ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ടിലേക്ക് മുന്നേറി ബ്രസീൽ. സ്കോട്ട്ലൻഡിന് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ബ്രസീൽ നോക്കൌട്ടിലെത്തിയത്. ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർത്തിയായി. കൂടുതൽ പ്രാദേശിക വാർത്തകളുമായി ആര്യ ചേരും. മിയാമിയിലെ പുൽമൈതാനത്ത് സാമ്പാനൃത്തമാടി ബ്രസീൽ. ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിലേക്ക് മുന്നേറി ബ്രസീൽ. സൂപ്പർ താരം നെയ്മറില്ലാതെയായിരുന്നു ബ്രസീലിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. ഇരട്ട ഗോൾ നേടിയ വിനീഷ്യസ് ജൂനിയറും കുഞ്ഞയുമാണ് ബ്രസീലിനായി വല കുലുക്കിയത്. 7-ാം മിനിറ്റിൽ സ്കോട്ട്ലൻഡിന്റെ പ്രതിരോധ നിരയിൽ നിന്നുണ്ടായ പിഴവിൽ നിന്നാണ് വിനീഷ്യസ് ജൂനിയർ ഗോൾ കണ്ടെത്തിയത്. ഇതിനിടെ ആദ്യ ഗോളിനോടെന്ന പോലെ രണ്ടാമതും വിനീഷ്യസ് വലകുലുക്കിയെങ്കിലും വാർ തീരുമാനം കാനറികൾക്ക് എതിരായി. ആദ്യ പകുതിയിൽ ഇഞ്ചുറി ടൈമിൽ ഹെഡറിലൂടെ ഗോളാക്കിയായിരുന്നു വിനീഷ്യസിന്റെ 2ാം ഗോൾ. ആദ്യ പകുതിയിലെന്ന പോലെ 2ാം പകുതിയിലും ബ്രസീലിയൻ ആക്രമണം ഇടതടവില്ലാതെ നേരിടുകയായിരുന്നു സ്കോട്ട്ലാൻഡ്. 60-ാം മിനിറ്റിലായിരുന്നു ബ്രസീലിന്റെ 3ാം ഗോൾ പിറന്നത്. ഗൂയി മാറസ് നൽകിയ മനോഹരമായ പാസ് മാത്യസ് കുഞ്ഞ വലയിലാക്കുകയായിരുന്നു. Delicate touch from Paqueta, lovely patterns, excellent play, brilliant feet from Guimarães, Matheus Cunha. Brazil playing the ഒടുവിൽ 76-ാം മിനിറ്റിൽ ആരാധകർ കാത്തിരുന്ന നിമിഷമെത്തി. കുഞ്ഞിയെ പിൻവലിച്ച് അൻസലോട്ടി നെയ്മറെ കളത്തിലിറക്കി. 941 ദിവസങ്ങൾക്ക് ശേഷമാണ് നെയ്മർ മൈതാനത്തേക്കിറങ്ങുന്നത്. ഇരട്ട ഗോളോടെ ലോകകപ്പിൽ 4 ഗോളുകളുമായി വിനീഷ്യസ് ജൂനിയർ ലോകകപ്പിലെ ഗോൾ പോരാട്ടത്തിൽ 2ാമതെത്തി. വേൾഡ് കപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്.